പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, ഭ്രാന്തികളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ആരും മുഷിയരുത്. ഒരു മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ മറ്റേതൊരാളും ഒരു മനോരോഗിയാണ്. Every other man is mad. I can prove it. If each and every one of you are ready to come to me and answer my 6 or 7 questions. വലിയ ചില പദവികളിൽ ഇരിക്കുന്നവനെ ഒറ്റ നോട്ടത്തിൽ ഒരു ഭ്രാന്തനായി നമുക്ക് തോന്നുകയില്ല. പക്ഷെ അയാൾക്കുമുണ്ടാകും ഭ്രാന്ത്, അധികാരത്തിന്റെ ഭ്രാന്ത്. തന്റെ കീഴിലുള്ളവരെ ചവിട്ടിത്തേച്ച് കാൽ കീഴിൽ നിർത്താനുള്ള ഭ്രാന്ത്. ജോർജ് ബുഷിന് ഭ്രാന്തില്ലേ? അമേരിക്ക ഒന്നാം ലോക രാഷ്ട്രമാണെന്നുള്ള അഹങ്കാരം അയാളുടെ സമനില തെറ്റിച്ചില്ലേ? ഇറാഖിലെ ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണ ജനങ്ങളെ വെടിവെച്ചും ബോംബിട്ടും അയാൾ കൊന്നില്ലേ? ബ്ലൂ ഓറഞ്ച് എന്ന രാസായുധം ഉപയോഗിച്ച് കുർദുകളെ കൊന്നൊടുക്കിയ സദ്ദാമിന് രോഗമില്ലേ? രാജാവിനെ പോലെ ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ടായിട്ടും അഫ്ഗാൻ അതിർത്തിയിലെ ഏതോ മലയിടുക്കിൽ പൊള്ളുന്ന വെയിലും ചൂടുകാറ്റുമേറ്റ് ബിൻ ലാദൻ അലയുന്നു. എന്തുകൊണ്ട്? ചിന്തിക്കൂ സുഹൃത്തുക്കളെ, ചിന്തിക്കൂ. ലൈംഗിക ഭ്രാന്ത്, ജാതിഭ്രാന്ത്, മതഭ്രാന്ത്, രാഷ്ട്രീയ ഭ്രാന്ത്, പണഭ്രാന്ത്, സുഖലോലുപതാ ഭ്രാന്ത്, അസൂയ ഭ്രാന്ത്, ഇതിലേതെങ്കിലും ഒന്നില്ലാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ സുഹൃത്തെ. ആരുമില്ല, ഉണ്ടാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രിയപ്പെട്ട ഭ്രാന്തന്മാരെ, ഭ്രാന്തികളെ എന്ന് സംബോധന ചെയ്തത്. അല്ലെങ്കിൽ വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. പക്ഷേ ഇന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കാനുള്ള ആത്മധൈര്യം എനിക്കുണ്ട്. ഫ്രോയിഡിന്റെയും യൂങ്ങിന്റെയും മറ്റനേകം ലോകോത്തര മനോരോഗ വിദഗ്ധരുടെയും മനസ്സുകളിലൂടെ എത്രയോ ഉറങ്ങാത്ത രാത്രികൾ ചെലവഴിച്ച് ഞാൻ സഞ്ചരിച്ചു. ഇപ്പോഴെനിക്ക് പറയാൻ കഴിയും, സമചിത്തതയുള്ള ഒരു സമൂഹമായി കേരളത്തെ ഞാൻ മാറ്റും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ലാദനെയും സദ്ദാമിനെയും ബുഷിനെയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ മാറ്റാം അവരുടെ അസുഖം. കൊണ്ടുവരൂ. ഡോക്ടർ, എല്ലാറ്റിനും വളരെ നന്ദി. മിസ്റ്റർ കുരുവിള, ഈ കാർ യാത്രയിൽ മുഴുവൻ ഞാൻ നിങ്ങളുടെ മനസ്സ് അനലൈസ് ചെയ്യുകയായിരുന്നു. എന്നെ പോലെ പ്രശസ്തരായ ആളുകളെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുക്കുക, അവരെ വാനോളം ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുക, അതിലൂടെ നിങ്ങളും പ്രശസ്തനാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പോപ്പുലാരിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അസുഖമാണത്. എന്ന് വെച്ചാൽ നിങ്ങളും ഒരു മനോരോഗിയാണ്. നിന്റെ അധിക പ്രസംഗം കഴിഞ്ഞ ഉടനെ കവടിക്കരയിലെ സുകുമാരൻ ഇവിടെ വിളിച്ചിരുന്നു. എന്താ നിന്റെ വിചാരം? ആളുകളെ കയറി പ്രാന്തമാരെന്ന് വിളിക്കുക. എല്ലൊടിയാതെ നീ ഇവിടെ തിരിച്ചെത്തിയതേ എന്റെ പ്രാർത്ഥന കൊണ്ടാന്ന് കൂട്ടിക്കോ. കഷ്ടം. കുട്ടിക്കാലത്ത് മൂക്കൾ വലിപ്പിച്ച് കിടന്ന ആ കോന്തൻ ചെക്കനായിട്ടാണ് അമ്മ ഇപ്പോഴും എന്നെ കാണുന്നത്. കാലിഫോർണിയയിലും ബ്രസൽസിലും ജനീവയിലും ഞാൻ സഞ്ചരിച്ച നിർത്ത്. ഇത് കേട്ട് എനിക്ക് മതിയായി. നിന്റെ കണ്ണി മറ്റുള്ളവർക്കല്ലേ പ്രാന്ത്, എന്റെ കണ്ണി നിനക്കാ പ്രാന്ത്. ഞാൻ അത് പഠിച്ചു ഇത് പഠിച്ചു ഒരു വലിയ കുന്തടുത്തങ്ങ് മിഴുങ്ങി എന്നൊക്കെ എപ്പോഴും പറയുന്നത് പ്രാന്തായിട്ട് തന്നെയാ. മനുഷ്യനായ നന്ദി വേണം. അമേരിക്ക 2 കൊല്ലം പഠിച്ചല്ലേ നീ, എന്നിട്ടും ജോർജ് ബുഷിന് വട്ടാണെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? ബുഷ് എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്നാലും നിനക്ക് ഷെയ്ക്കാൻഡ് എന്ന ആളല്ലേടാ അയാള്. പാവം മനുഷ്യൻ. അയാൾ ഷെയ്ക്കൻഡ് ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചോ? അയാളുടെ കണ്ണുകളിലേക്ക് ഞാനൊരു ഹിപ്നോട്ടിക് നോട്ടം നോക്കി. ഒരു നിമിഷം കൊണ്ട് നഗ്നമായ അയാളുടെ മനസ്സ് ഞാൻ കണ്ടു എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. നിന്നെ പേടിച്ച് ആയിരിക്കണം. അയാളുടെ മനസ്സിനുള്ളിലെ ഗൂഢനീക്കങ്ങൾ ഞാൻ കണ്ടുപിടിച്ചാലോ? ഇതൊക്കെ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, പുറത്തിറങ്ങി വല്ലവരോടും പറഞ്ഞാലുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങളാ മനഃശാസ്ത്രജ്ഞനെ പിടിച്ചോണ്ട് പോയി ഊളംപാറയിൽ അഡ്മിറ്റ് ചെയ്യും. അമ്മയുടെ മകന് അമ്മയേക്കാൾ 10 മടങ്ങ് ബുദ്ധി ഉണ്ടായതിൽ അമ്മ അസ്വസ്ഥയാണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ അതുകൊണ്ടല്ല, എന്തോ എനിക്ക് ചമ്മല. പിന്നീട് നാണാവുന്നില്ല ഇങ്ങനൊക്കെ പറയാം. ഇഷ്ടമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു എങ്കിൽ ഞാൻ വൈകുന്നേരം വിളിക്കുമ്പോ തരാം. ഇല്ലെന്നേ, ഉറപ്പായിട്ട് തരാം. ഇപ്പൊ തന്നെ വേണമെന്ന് ഇതിനെ വാശി പിടിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം, ഒരേ ഒരെണ്ണം. പിന്നെ ചോദിക്കരുത്. കഴിഞ്ഞ മാസം ഒറ്റയടിക്ക് 4000 രൂപയുടെ വ്യത്യാസം ഫോൺ ബില്ലിൽ കണ്ടപ്പോൾ ഞാൻ കരുതി BSNLകാർക്ക് തെറ്റിയതായിരിക്കുമെന്ന്. നിങ്ങളുടെ കല്യാണം ഒരു ധാരണ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി മോതിരം മാറൽ, കല്യാണ തീയതി നിശ്ചയിക്കൽ, പിന്നെ കല്യാണം, എല്ലാം കൂടി എത്ര മാസം എടുക്കുമെന്നൊരു നിശ്ചയമില്ല. അത്രയും കാലം ഫോണിൽ കിസ് ചെയ്താൽ എന്റെ കാശ് എത്ര പോകുമെന്ന് ആർക്കറിയാം? നിൽക്കണേ ഇവിടെ. MSW പാസ്സായിട്ടുണ്ടല്ലോ, ഉടൻ തന്നെ ഏതെങ്കിലും ജോലി കയറ്. എന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ ഒരു സെൽഫോൺ വാങ്ങിച്ച് വിനോദമായിട്ട് ഇഷ്ടം പോലെ സംസാരിച്ചു. വിനയേട്ടൻ പറയുന്നത് ജോലിക്കൊന്നും പോകണ്ടെന്നല്ലേ?
എങ്കിൽ ഇവിടുത്തെ ഫോൺ ബില്ല് അവനോട് അടക്കാൻ പറ. നീ എപ്പോഴാ ബാംഗ്ലൂർ പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല. എന്തിനാ നീ ഇപ്പൊ ബാംഗ്ലൂർ പോന്നേ? അത് പിന്നെ ഒന്നുമില്ല, വെറുതെ വെറുതെ. വെറുതെ ആണെങ്കിൽ ബാംഗ്ലൂരിൽ തന്നെ പോണമെന്നുണ്ടോ? വല്ല നെടുമങ്ങാട്ടോ സുൽത്താൻ ബത്തേരിയിലോ പോയാ പോരെ? അല്ല, ഞാൻ ബാംഗ്ലൂർ പോകുന്ന കാര്യം അമ്മയോട് ആര് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? ഇവളും വിനോദുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ചിരിക്കാന്നുള്ള ഓർമ്മ വേണം. അതും ഈ ബാംഗ്ലൂരുമായിട്ട് ബന്ധമുണ്ടല്ലോ. വിനോദിന്റെ പെങ്ങളെ അനുപമ ബാംഗ്ലൂരിലല്ലേ പഠിക്കുന്നേ? ഇവളെ പെണ്ണ് കാണാൻ വിനോദിന്റെ കൂടെ അവൾ ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചതാ. അവളോടുള്ള നിന്റെ ഒരു കുഴച്ചിലും മറിച്ചിലും. അമ്മ വേണ്ടാത്തത് ഓരോന്ന് പറയരുത്. നിന്റെ ഒരു വിരൽ അനങ്ങിയാ എനിക്ക് മനസ്സിലാവും അതെന്തിനാണെന്ന്. നീ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ടെന്നോ അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്നോ ഒക്കെ അവള് തന്നെയാ പറഞ്ഞത്. ആ കുട്ടി വിളിച്ചോ? നീ ചെല്ലുന്ന ഡേറ്റ് അറിയാൻ. നിന്റെ പകുതി പ്രായമുള്ള ആ കുട്ടിക്ക് വിനോദ് അറിഞ്ഞാ നിന്റെ കാലം തല്ലി ഓടിക്കും. അമ്മ ഞാൻ ഒന്നും മിണ്ടാടാ. എന്നാ ഞാൻ ഇനി സത്യം പറയാം. ലോകമറിയുന്ന മനഃശാസ്ത്രജ്ഞനാവാനുള്ള യാത്രയിൽ മറ്റെല്ലാം മറന്നവനാ ഞാൻ. വിവാഹം, കുടുംബം, കുട്ടികൾ എല്ലാം. ഇപ്പൊ വയസ്സ് ഒരുപാടായി. പക്ഷേ മനസ്സ് ഒരു പ്രഹേളികയാണമ്മേ. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. കടിഞ്ഞാണില്ലാത്തൊരു കുതിരയാണത്. പക്ഷെ അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. വയസ്സിന്റെ ഈ കോംപ്ലക്സ് കാരണം ഞാൻ ആ കുട്ടിയോട് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഡോക്ടർ ശാന്താറാം ഹിയർ. ഓഹോ, അറിയാം. പേഷ്യൻസ് വെയിറ്റ് ചെയ്യട്ടെ. മിസ്റ്റർ അലി പറയുന്നത് കേൾക്കൂ. ആദ്യം എന്റെ സമനിലയൊന്ന് വീണ്ടും കിട്ടട്ടെ, എന്നിട്ട് പോരെ മറ്റുള്ളവരെ ചികിത്സിക്കുന്നത്. ഹലോ, ഡോക്ടർ ശാന്താറാം എന്റെ ക്ലിനിക് ഉണ്ടല്ലോ. ഡോക്ടർ പതിപോലെ ബുഷിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക. ആരാ? ഉടനെ വരുമോ? ഉടനെ പറഞ്ഞ സോറി, എന്റെ പേര് എലി അല്ല അലി. ബാപ്പാന്റെ പേര് പൂക്കുഞ്ഞിക്കോയ. ഓ മരിച്ചുപോയി. ഓക്കെ. കരണ്ട് ഭാർഗവനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കരണ്ട് ഭാർഗവനോ? അതാര്? കരണ്ട് ഭാർഗവനെ പറ്റി കേട്ടിട്ടില്ല? അതോ ലോക ഗുണ്ട കുട്ടിക്കാനം കുരിയച്ചെന്ന വൻ തോക്കിനെ 110 kV ഇലക്ട്രിക് കമ്പി വലിച്ചെറിഞ്ഞ് ചുട്ടരിച്ച് കൊന്നവൻ. അങ്ങനെയല്ലേ കരണ്ട് ഭാർഗവൻ എന്നുള്ള പേര് വീണത്. അയാൾ ഇപ്പൊ വിളിച്ചത് ഉടനെ ഇങ്ങോട്ട് വരുന്നു. സത്യം പറ ഡോക്ടർ, ഡോക്ടറോട് അയാൾക്ക് വല്ല ശത്രുത ഉണ്ടോ? എനിക്ക് അയാളെ അറിയില്ലെന്ന് പറഞ്ഞില്ലടോ. എങ്കിൽ പിന്നെ ഡോക്ടറുടെ മറ്റേതെങ്കിലും ശത്രുക്കൾ ഡോക്ടറെ കൊല്ലാൻ കരണ്ട് ഭാർഗവനെ ഏൽപ്പിച്ചു കാണും. എനിക്ക് ഏത് ശത്രുക്കൾ? എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും തമ്മി ശത്രുക്കളല്ലേ? എങ്കിലവൻ വരട്ടെ. അവൻ കരണ്ടാണെങ്കിൽ ആ കരണ്ടിന് ഫ്യൂസ് ചെയ്യാൻ വരും. എന്റെ മുമ്പിൽ വന്നാൽ അവന്റെ കൈകാലുകൾ ചലിക്കുകയില്ല. ഹിപ്നോട്ടൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കളയും ഞാൻ. അപ്പൊ കുട്ടിക്ക് എത്ര മക്കളാണെന്നാ പറഞ്ഞത്? ഓ സോറി, മക്കളല്ല, അമ്മ. കുട്ടിക്ക് ഒരമ്മയാണല്ലേ ഉള്ളത്? അച്ഛനും ഒന്നല്ലേ ഉള്ളൂ. അയാൾ എന്തിനാ നാട് വിട്ടു പോയത്? അലി എവിടെ പോകുന്നു? ഞാൻ പുറത്ത് നിൽക്കാം. വേണ്ട, അകത്ത് നിന്നോളൂ. പുതിയ രോഗികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാനാ. നോക്കിയില്ലെങ്കിലും അവര് വന്നോളും. ഇപ്പൊ ഇവിടെയുള്ള രോഗിയുടെ കാര്യം ശ്രദ്ധിക്കൂ. അത് ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ. ഞാൻ വരുന്നത് വരെ താൻ നോക്കണം. അതിന് ഡോക്ടർ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇന്നലെ തുടങ്ങിയതാ എന്റെ സ്പൈനൽ കോഡിനൊരു വേദന. അത് ഹിപ്നോട്ടിസ് ചെയ്ത് ശരിയാക്കൂടെ? അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാം. സ്പൈനൽ കോഡിനോട് മാത്രം കളി പറ്റില്ല. ഉടനെ സർജനെ കാണണം. ഇരിക്കട്ടോ, പേടിക്കാനൊന്നുമില്ല. അല്ല, കൂട്ടത്തിൽ എന്റെ സ്പൈനൽ കോഡും കൂടി ഒന്ന് കാണിക്കാമായിരുന്നു. തനിക്ക് വേദനയുണ്ടോ? ഇല്ല, ഇനി ഉണ്ടായാലോ? ആദ്യം എന്റെ സ്പൈനൽ കോഡ് കഴിയട്ടെ. തൽക്കാലം താൻ ഇവിടെ നിന്നാ മതി കേട്ടോ. അത് തന്നെ കരണ്ട്. കാണിക്കുന്നതാണ് ഡോക്ടർ ശാന്താറാം. അത് ഞാനല്ല. പിടിയടാവനെ. എന്നെ പേടിച്ചോടിയതാണല്ലേ? അല്ല, ഡോക്ടേഴ്സ് അസോസിയേഷന്റെ വാർഷികത്തിന് ഓട്ട മത്സരത്തിന് പേര് കൊടുത്തിരുന്നു. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓടാറുണ്ട്. കള്ളം, പച്ചക്കള്ളം. സത്യം പറ, പേടിച്ചിട്ടല്ലേ ഓടിയത്? ഓടണം,
ഭാർഗവനെ കാണുമ്പോ ഏത് കൊലക്കൊമ്പനും ഓടണം. ഓടുന്നവനെ ഓടിച്ചിട്ട് പിടിക്കലാണ് ഞങ്ങളുടെ രീതി. ഇരയെ വേട്ടയാടി കൊന്നു തിന്നുന്നതാണ് ഞങ്ങളുടെ ശൈലി. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. അതൊക്കെ അകത്ത് നിന്നിട്ട് പറയാം. കമാൻ അണ്ണാ, ഒരു സെക്കൻഡ്. ഭ്രാന്തന്മാർക്കെല്ലാം സ്ഥലം വിടാം. ചികിത്സ കഴിഞ്ഞു. ഇരുന്നോളൂ. നിൽക്കുന്നതാ എനിക്കിഷ്ടം. ഇരിക്കണം. എന്നെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉവ്വ്. എന്താ കേട്ടത്? വളരെ നല്ല മനുഷ്യനാണെന്നാ കേട്ടത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത. ഉറുമ്പിനെ നോവിച്ചിട്ട് എന്താണോ കാര്യം? ഉറുമ്പല്ല എന്റെ ശത്രു, പോലീസാണ്, കോടതിയാണ്, ഭരണകൂടമാണ്. ഇതിനെയൊക്കെ ഞാൻ നോവിക്കും. നോവിച്ചിട്ടുണ്ട് ഭാർഗവൻ. തെളിവുകളില്ലാത്തതുകൊണ്ട് മാത്രം ജയിലിന് പുറത്ത് കഴിയുന്നവനാണ് ഞാൻ. വല്ലവനും തെളിവും കൊണ്ട് വന്നാൽ പിന്നെ അവൻ വെള്ളം കുടിച്ചാകുകയല്ല. അത് വേറെ കാര്യം. മനസ്സിലായോ? കഞ്ചാവ് കൃഷിയാ എന്റെ മെയിൻ പണി. കൂട്ടത്തിലെ ആളക്കൊല്ലും ആനക്കൊമ്പും എല്ലാ പരിപാടിയുണ്ട്. എന്നെ ഒതുക്കാൻ നോക്കിയവനൊക്കെ ഞാൻ ഒതുക്കിയിട്ടേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ കുട്ടിക്കാനം കുരിയച്ചന്റെ കഥ? 110 kV ഇലക്ട്രിക് കമ്പിയിൽ. അത് തന്നെ. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഞാൻ നല്ലവനാണെന്നാ കേട്ടെന്ന് താൻ പറഞ്ഞത്? അല്ല, മോശമായിട്ടാ കേട്ടതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അത് ന്യായം. എന്നാ കേട്ടോ, ഞങ്ങൾ ഈ അധോലോക നായകന്മാർക്ക് മോശം കേൾക്കാനാ കൂടുതൽ ഇഷ്ടം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ എത്ര രൂപ ബാങ്ക് ബാലൻസ് കാണും? ഒരു 50,000 കാണും. അത് പെങ്ങളുടെ കല്യാണ ചെലവിന് വെച്ചതാ. പക്ഷെ സാരമില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെക്ക് എഴുതരാം. ലോകത്തെവിടെയൊക്കെയോ പോയി പഠിച്ചു, ഇക്കാലം അത്രയും പണിയെടുത്തു. എന്നിട്ട് മിച്ചം വെച്ചത് 50,000 ഉലുവ. ഞങ്ങൾക്കൊരു മാസം തോക്കിന് ഉണ്ട വാങ്ങിക്കാൻ വേണം 5 ലക്ഷം രൂപ. ഇതൊരു ക്ലിനിക്കാണ്. ഇവിടെ വെടി. ഭാർഗവൻ എവിടെ നിൽക്കുന്നോ അവിടെ വെടിയും പോവൊക്കെ ഉണ്ടാവും. ഞാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം. വേറൊരു അധോലോക നായകൻ ബോംബെയിലുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സാ. വെടിയും കുത്തും ആനക്കൊമ്പും ഒക്കെ തന്നെ അവന്റെയും പണി. കുറെ കാലമായിട്ട് അവന് തോക്കെടുക്കുമ്പോ കൈക്കൊരു വിറയൽ. പഴയ ധൈര്യമൊക്കെ ചോർന്നു പോയതുപോലെ. ശത്രുക്കളെ കുറിച്ച് ഓർക്കുമ്പോഴേ പേടിയാ. ബിൻലാദിനെ കൊണ്ടുപോയി ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞ ആളല്ലേ. എത്രയും പെട്ടെന്ന് അവനെ ഒന്ന് നേരെയാക്കി തരണം. ഇതിനാണോ എന്നെ കാണാൻ വന്നത്? അതെ. ഇതിനാണോ ഈ മേശമേലുള്ള സാധനങ്ങളൊക്കെ തട്ടി താഴേട്ടത്, വെടി പൊട്ടിച്ചത്? അതൊക്കെ ഞങ്ങളുടെ ഒരു രീതിയാണെന്ന് പറഞ്ഞില്ലേ. നഷ്ടപരിഹാരം തരാം. കണ്ണപ്പ ജബ്ബാറെ, കാറിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ എടുത്തുണ്ടോ? 1 കോടിയുടെ ഒറ്റ കെട്ടാ. എടുത്തുണ്ട് വാടോ, കെട്ട് പൊട്ടിക്കാം. ഓ, എനിക്കിപ്പോ ഒന്നും വേണ്ട. വേണ്ട. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിലുള്ള തീരുമാനം പറ. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അധോലോക നായകൻ ഫ്രണ്ടൊന്നുമല്ല, നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ ഇയാളെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ജഗജില്ലിയല്ലേ ഇയാള്? സമ്മതിച്ചിരിക്കുന്നു. മിടുക്കൻ. പകുതി ധൈര്യം ഇപ്പോഴേ വീണ്ടും കിട്ടിയതുപോലെ തോന്നുന്നു. ഇനി താമസിപ്പിക്കണ്ട. ഗുളികെ അരിഷ്ടോ എന്താന്ന് വെച്ചാൽ തന്നോളൂ. എനിക്ക് എത്രയും പെട്ടെന്ന് പഴയ ഭാർഗവനാകണം. മനഃശാസ്ത്രജ്ഞന്റെ കണ്ണിൽ കുറ്റം ചെയ്യുന്നവരാ മനോരോഗികൾ. വെറുതെ ഇരിക്കുന്നവനെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനഃശാസ്ത്രം ഞാൻ പഠിച്ചിട്ടില്ല. ഓ, അപ്പൊ അതാണ് കാര്യം. എങ്കിൽ കൊലയും കത്തിക്കുത്തുമൊക്കെ നമുക്ക് വിടാം. ഞാൻ നല്ല അസലായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്ന് കരുതിക്കും. കുറച്ച് ദിവസമായി സ്റ്റിയറിംഗ് തൊടുമ്പോൾ എന്നെ കൈവിറക്കും. എതിരെ വരുന്ന വാഹനങ്ങൾ എന്നെ ഇടിക്കുമോ, ഞാൻ ചത്തുപോകുമോ എന്നൊക്കെയാണ് എന്റെ പേടി. ഈ പേടി മാറ്റാൻ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും പുസ്തകത്തിൽ എന്തെങ്കിലും വിദ്യയുണ്ടോ? പറയണോ? വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. എനിക്ക് കുറച്ച് സാവകാശം തരുമോ? ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഞങ്ങളുടെ ഇരിപ്പ്. എത്ര സമയം വേണം? അത് ഒരു 2-3 ദിവസത്തിനകം പറയാം.
ഓക്കെ കണ്ണപ്പാ ഇയാൾക്ക് എന്റെ ഫോൺ നമ്പർ കൊടുക്ക്. ആ റെഡി ആയാൽ ഉടനെ വിളിക്കണം. പിന്നെ വേറൊരു കാര്യം, എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് മറ്റൊരു മനുഷ്യനും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ ശത്രുക്കൾക്ക് എന്നെ ഭയമില്ലാതാവും. അതോടെ എന്റെ കച്ചവടം തീരും. ആരോടെങ്കിലും ഈ സംഭവം പറഞ്ഞാൽ കൊത്തിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. അപ്പൊ പാക്കല.